ഹലോ, വെൽക്കം ടു ഫാം ഹൗസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ റോസ്റ്റാണ്. ബാച്ചിലേഴ്സ് ചിക്കൻ റോസ്റ്റ് എന്ന് നമുക്കിതിനെ വിളിക്കാം. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന് മസാല വേണ്ട, ഗരം മസാല വേണ്ട, ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി സജസ്റ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട് അഞ്ജുവാണ്. അഞ്ജുവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ചിക്കൻ റോസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. നല്ല കുഞ്ഞു പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാനിത് ഇപ്പോൾ 200 ഗ്രാം ഉണ്ട്. 200 ഗ്രാം ചതച്ചെടുത്തേക്കുകയാണ്. കല്ലിലിട്ട് നല്ലോണം ചതച്ചെടുത്ത ചെറിയ ഉള്ളിയാണ്. അതുപോലെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് എനിക്ക് 4 ടേബിൾ സ്പൂണാണ് ആവശ്യം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ ചേർക്കേണ്ടി വരും. അപ്പോൾ കറിവേപ്പിലയുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട്. കടായിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് കറിവേപ്പിലയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കറിവേപ്പില പൊട്ടിത്തീരുന്ന ശബ്ദം കേൾക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചതച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഒരു മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇതിന്റെ കളർ നല്ല മാറിയിട്ടുണ്ട്. നമ്മൾ ഇട്ടതിനേക്കാളും ഒരു ചെറിയ വെള്ള കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ ഞാനിതിപ്പോൾ 4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഉണ്ട്. നിങ്ങൾ ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് എരിവ് അവസാനം നോക്കിയെന്ന് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് കുരുമുളക് ആഡ് ചെയ്താലും മതി. ഇതിപ്പോൾ എനിക്ക് അത്ര എരിവുള്ള മുളകല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത്. നമ്മളിപ്പോൾ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, ആ ചതച്ച മുളക് നല്ല ഫ്രൈ ആയിട്ട് വരണം. അത്രയും നേരം നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന്. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. അപ്പം അത്രയും സമയം നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തി കൊടുക്കണം. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് വറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പാകം. നല്ല വെന്ത് കുഴഞ്ഞു പോണ്ട ഈ ഒരു പാകത്തിന് മതി. നമ്മളിപ്പോൾ സവാള യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പാകം കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ സവാള വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സവാള ആകുമ്പോൾ ഒരു ചെറിയ മധുരം പോലെയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ഉള്ളി വേറൊരു ടേസ്റ്റും തരും നമുക്ക്. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓരോന്നായിട്ട് നിൽക്കുന്ന രീതിയിൽ നല്ലപോലെ വറണ്ട് വന്നിട്ടുണ്ട്. എണ്ണയും തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ചിക്കൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എല്ലായിടത്തേക്കും പറ്റുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുവാണേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. ചെറു തീയിലിട്ട് വേവിച്ചാൽ മതിയേ. ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ലോണം ചിക്കനിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മസാല അപ്പോൾ എല്ലായിടത്തും ഒന്നുപോലെ പിടിക്കും. നമ്മളിപ്പോൾ നാടൻ കോഴിയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ 1 സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയോ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണേ. എന്നാലും ആ വേവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ വേണമെങ്കിൽ നാരങ്ങ നമുക്ക് ആഡ് ചെയ്യാം. ഒരു ചെറിയൊരു പുളിപ്പും കിട്ടും, പെട്ടെന്ന് വെന്തും കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിതിപ്പോൾ നാരങ്ങ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതെല്ലാം ഒന്ന് വറ്റി വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മുടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ 3/4 വേവാണായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറേ നേരം വഴറ്റി കൊടുക്കാം. നമുക്കിനി വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡ്രൈ ആവണം. ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അത്രയും സമയം നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ പയ്യെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ചിക്കൻ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ പയ്യെ ഇളക്കി കൊടുക്കുക.
കേട്ടോ അതിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട്, നല്ല ചുമന്ന കളറിലോട്ട് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം കേട്ടോ. ഇങ്ങനത്തെ രീതിയിൽ ഇത്രയും പരട്ടിയ മതി എന്നുള്ളവർക്ക് ഇവിടെ വെച്ച് നിർത്താം. ടേസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. ഇല്ല കുറച്ചുകൂടെ നല്ല ഫ്രൈ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടെ നല്ലപോലെ തീ ഇങ്ങനെ കുറച്ചിട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ മസാല ഇടാണ്ടാണ് ഞാനിത് വെച്ചേക്കുന്നത്. മസാല ഇടാത്ത ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ എടുത്തേക്കുന്നത്. മസാല ഇടുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു 4 ഏലക്കയും കൂടെ ചതച്ചിട്ട് ഈ ടൈമിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് മസാലയായിട്ട് അതും അങ്ങനെ യൂസ് ചെയ്താൽ മതി. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു മസാല ഇട്ട് ഉണ്ടാക്കാം, അല്ലാതെ ഉണ്ടാക്കാം. 2 രീതിയിലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.